നമസ്കാരം. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഒരു പെൻഡ്രൈവോ ഹാർഡ് ഡിസ്കോ കുത്തുമ്പോൾ അതിലെ ഫയലുകൾ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇതിനെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ആ ഒരു പ്രോസസ്സ്, അതായത് മൗണ്ടിംഗ്, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഇത് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ? ഫയലൊക്കെയുള്ള ഒരു പെൻഡ്രൈവ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു, പക്ഷേ ആദ്യമൊന്നും കാണുന്നില്ല. ഒരു ചെറിയ സ്റ്റെപ്പ് കഴിഞ്ഞാൽ മാത്രമേ അതിലെ ഫയലുകൾ നമുക്ക് കിട്ടൂ. അതെന്തുകൊണ്ടാണങ്ങനെ? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നമ്മൾ 4 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം ഒരു സിമ്പിൾ ഉദാഹരണം, പിന്നെ അത് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് നോക്കും, ശേഷം അതിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കും, അവസാനം ഈ ഒരു ഐഡിയ എത്രത്തോളം പവർഫുൾ ആണെന്നും നമ്മൾ കാണും. അപ്പോൾ തുടങ്ങാം. ഈ മൗണ്ടിംഗ് എന്ന ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു നിമിഷത്തേക്ക് മാറി ഒരു ലൈബ്രറിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. ഇത് വളരെ രസകരമായ ഒരു ഉദാഹരണമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഇപ്പോൾ കാണാൻ പറ്റുന്ന എല്ലാ ഫയലുകളും ഫോൾഡറുകളും ഒരു വലിയ ലൈബ്രറിയിലെ ഷെൽഫുകളിൽ ഭംഗിയായി അടുക്കി വച്ചിരിക്കുകയാണ്. കണ്ടില്ലേ? നമ്മുടെ പുതിയ ഡിവൈസിലുള്ള ഫയലുകൾ അവിടെ തന്നെയുണ്ട്, പക്ഷേ അതൊരു വേറെ പുസ്തക ഷെൽഫിലാണ്. അത് നമ്മുടെ പ്രധാന ലൈബ്രറിയുടെ ഭാഗമായിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മൾ പുസ്തകങ്ങൾ ഓരോന്നായി എടുത്തു മാറ്റുകയല്ല ചെയ്യുന്നത്. പകരം ആ പുതിയ ഷെൽഫിനെ മുഴുവനായിട്ട് ലൈബ്രറിയിലെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഘടിപ്പിക്കുകയാണ്. ഒറ്റയടിക്ക് അതിലെ എല്ലാ പുസ്തകങ്ങളും നമുക്ക് കിട്ടുന്നു. ശരി, അപ്പോൾ ലൈബ്രറിയുടെ ഉദാഹരണം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ഇനി നമുക്ക് തിരിച്ച് കമ്പ്യൂട്ടറിലേക്ക് വരാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് നോക്കാം. സാധാരണ ഒരു ലിനക്സ് സിസ്റ്റത്തിന്റെ ഫയൽ സ്ട്രക്ചറാണിത്. നമ്മളൊന്നും ചെയ്യുന്നതിന് മുമ്പ് /media/usb എന്നൊരു ഫോൾഡർ അവിടെയുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, കാലിയാണ്. ഇത് നമ്മുടെ ലൈബ്രറിയിലെ ആ ഒഴിഞ്ഞ സ്ഥലം പോലെയാണ്. അതേസമയം നമ്മുടെ USB ഡ്രൈവിന് അതിനേതായ ഒരു ലോകമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫോട്ടോസ്, ഡോക്യുമെന്റ്സ്, അങ്ങനെ പലതുമുണ്ടാകാം. പക്ഷേ അത് നമ്മുടെ മെയിൻ സിസ്റ്റത്തിന് ഇപ്പോൾ കാണാൻ പറ്റില്ല. അത് വേറിട്ട് നിൽക്കുകയാണ്. ഇതാണ് സംഭവം. ഇതാണ് മൗണ്ടിങ്ങിന്റെ മാജിക്. മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ USB ഡ്രൈവിലെ കണ്ടന്റ് മുഴുവൻ നേരത്തെ കാലിയായി കിടന്ന ആ /media/usb എന്ന ഫോൾഡറിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പ്രത്യേക സ്ഥലത്തിന്, അതായത് നമ്മുടെ ഈ ഉദാഹരണത്തിലെ മീഡിയ USB എന്ന ഫോൾഡറിന് ഒരു പേരുണ്ട്, മൗണ്ട് പോയിന്റ്. ഇത് പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കുമൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ്, ഓർത്തുവെക്കണം. അപ്പോൾ എന്തിനാണ് ഇങ്ങനൊരു സംവിധാനം? എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത്? ഇതിന്റെ ഉത്തരം വളരെ പവർഫുള്ളും മനോഹരവുമായ ഒരു ഡിസൈൻ തത്വത്തിലാണുള്ളത്. നമുക്ക് നോക്കാം. ഈ ഒരു താരതമ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വിൻഡോസിൽ C ഡ്രൈവ്, D ഡ്രൈവ് എന്നൊക്കെ കാണാറില്ലേ? ഓരോന്നും ഓരോ പ്രത്യേക ലോകം പോലെയാണ്. എന്നാൽ ലിനക്സിലും യൂണിക്സിലും അങ്ങനെയല്ല. അവിടെ എല്ലാത്തിനെയും ഒരൊറ്റ വലിയ മരത്തിന്റെ പല കൊമ്പുകളായിട്ടാണ് കാണുന്നത്. ഈ ഒരൊറ്റ ഡിസൈൻ കാരണം കമ്പ്യൂട്ടറിലെ പ്രോഗ്രാമുകൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ അതൊരു ഫയലാണ്. അത് ഹാർഡ് ഡിസ്കിലാണോ, പെൻഡ്രൈവിലാണോ, അതോ ഇന്റർനെറ്റിലൂടെ വരുന്നതാണോ എന്നൊന്നും പ്രോഗ്രാം അറിയേണ്ട കാര്യമില്ല. എല്ലാം ഒന്നാണ്. നമ്മൾ വിചാരിക്കും ഇത് വെറും USB ഡ്രൈവുകളുടെയും ഹാർഡ് ഡിസ്കുകളുടെയും മാത്രം കാര്യമാണെന്ന്. എന്നാൽ ഈ ആശയത്തിന്റെ യഥാർത്ഥ ശക്തി നമ്മൾ ഇനി കാണാൻ പോകുന്നതേയുള്ളൂ. ഒരേ ഐഡിയ ഉപയോഗിച്ച് നിങ്ങളുടെ സിസ്റ്റം എത്ര കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നോക്കൂ. നെറ്റ്വർക്കിലുള്ള വേറൊരു കമ്പ്യൂട്ടറിലെ ഫയലുകൾ, സിസ്റ്റം പ്രോസസ്സുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, എന്തിന് മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന താൽക്കാലിക ഫയലുകൾ വരെ, ഇതെല്ലാം ഓരോ ഫോൾഡറുകളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ലിനക്സിൽ മൗണ്ട് എന്ന കമാൻഡ് കൊടുത്താൽ ഏകദേശം ഇതുപോലൊരു ലിസ്റ്റ് കാണാം. കണ്ടോ? ഹാർഡ് ഡിസ്കും സിസ്റ്റം പ്രോസസ്സുകളും നെറ്റ്വർക്കിലെ ഡ്രൈവുമെല്ലാം ഒരേപോലെ ഒരൊറ്റ ട്രീയിൽ ഒരുമിച്ച് നിൽക്കുന്നു. എല്ലാം ഒരേ നിയമങ്ങൾ പാലിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് വെറുമൊരു ടെക്നിക്കൽ കാര്യമല്ല, മറിച്ച് ഒരു ഫിലോസഫി കൂടിയാണ്. വളരെ സങ്കീർണമായ പല കാര്യങ്ങളെയും എങ്ങനെ വളരെ ലളിതവും ഏകീകൃതവുമാക്കി മാറ്റാമെന്നതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണം. അടുത്ത തവണ നിങ്ങളൊരു USB ഡ്രൈവ് കമ്പ്യൂട്ടറിലേക്ക് ഘടിപ്പിക്കുമ്പോൾ അദൃശ്യമായി നടക്കുന്ന ഈ ശക്തമായ മൗണ്ടിംഗ് പ്രക്രിയയെക്കുറിച്ച് ഓർക്കുക.